ഞാൻ ഇന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് തുടർന്ന് ആരംഭിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും തുറക്കാം. അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചരിത്രം എഴുതാൻ താനല്ല ആദ്യം ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷ വിവരണം ആരംഭിക്കുന്നത്. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ഇതിനു മുമ്പ് പലരും എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണെന്ന് തോന്നിയതിനാലും യേശുവിൻ്റെ ജീവിതവും മിനിസ്ട്രിയും സംബന്ധിച്ച് ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ വ്യക്തതയോടെ ഒരു ചരിത്രരേഖ വേണമെന്നതിൻ്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലുമാണ് ലൂക്കോസ് ഇത് എഴുതിയത്. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായിട്ട് പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് താൻ എഴുതുവാൻ ആരംഭിക്കുന്നതെന്ന് ലൂക്കോസ് പറയുമ്പോൾ യേശുവിനെക്കുറിച്ച് ലൂക്കോസിനുണ്ടായിരുന്ന ചില ധാരണകൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. യേശുവിൻ്റെ ജീവിതവും സന്ദേശങ്ങളും വേർപെട്ട് കാണുകയല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലോകത്തിലെ സകല ജനതകളും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്ന് എബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമായി താൻ മനസ്സിലാക്കണമെന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. അത് മനസ്സിലാക്കണമെന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ഈ സുവിശേഷത്തിലൂടെ. അപ്പം ലൂക്കോസ് യേശുവിൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു കാഴ്ചക്കാരൻ, ഒരു ദൃക്സാക്ഷി ആയിരുന്നില്ല എങ്കിലും താൻ വിവരിക്കുന്ന കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായിരുന്നവർ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നതും സത്യസന്ധവുമായ ചില മുൻരേഖകൾ ലൂക്കോസിന് ലഭ്യമായിരുന്നു. ഇത് വിശദമായി പരിശോധിക്കേണ്ടതിന് ലൂക്കോസ് യാത്രകൾ ചെയ്യുകയും യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും ആദ്യം മുതൽ കണ്ടിട്ടുള്ളവരും പിന്നീട് ഗോസ്പൽ പ്രീച്ചേഴ്സായിട്ട് മാറുകയും ചെയ്ത വിശ്വാസയോഗ്യരായിട്ടുള്ള ചില സാക്ഷികളെ കണ്ടെത്തുകയും ചെയ്തു. ഒരുപക്ഷെ ഇക്കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ ഉണ്ടായിരിക്കാം. ലൂക്കോസ് 1:46 മുതൽ 55 വരെയിൽ പറഞ്ഞിരിക്കുന്ന സോങ് ഓഫ് മേരി യേശുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കാം. അതുപോലെ ലൂക്കോസ് 2:8 മുതൽ 20 വരെയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ദൂതന്മാരുടെ അറിയിപ്പ് നേരിട്ട് കേട്ട ആട്ടിടയന്മാരിൽ ചിലർ അന്നും ജീവനോടെ ഇരുന്നിട്ടുണ്ടാകണം. അവരൊക്കെ കുറേ വിവരങ്ങൾ ലൂക്കോസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം. അപ്പം ലൂക്കോസിന് തൻ്റെ കൈവശമുള്ള വിവരങ്ങൾ, താൻ എഴുതുന്ന വിവരണം വിശ്വസനീയവും മറ്റ് എഴുത്തുകാർ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം 2 പുസ്തകങ്ങൾ ലൂക്കോസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മിനിസ്ട്രിയെക്കുറിച്ച് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷവും ജെറുസലേം മുതൽ റോം വരെയുള്ള ക്രിസ്തുവിൻ്റെ സഭയുടെ വളർച്ചയുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകവും. ഇപ്പം ലൂക്കോസ് ഈ സുവിശേഷം ഒരു ജെൻറ്റൈലായിരിക്കുന്ന തിയോഫിലോസ് എന്ന വ്യക്തിക്ക് സമർപ്പിക്കുന്നു. തിയോഫിലോസ് എന്ന പേരിൻ്റെ അർത്ഥം, ഈ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നാണ്. എന്താണ്? ദൈവത്തിൻ്റെ സുഹൃത്ത്. അദ്ദേഹത്തെ ശ്രീമാനായ
തെയോഫിലോസ് എന്ന് പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തെയോഫിലോസ് അദ്ദേഹം നല്ലൊരു പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം ലൂക്കോസിന് തൻ്റെ സുവിശേഷം എഴുതുവാനും അത് പബ്ലിഷ് ചെയ്യുവാനും ഒക്കെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഒരു രക്ഷാധികാരിയായി നിൽക്കുകയൊക്കെ ചെയ്തത് തെയോഫിലോസ് ആയിരിക്കാം. ലൂക്കോസും തെയോഫിലോസും രണ്ടു പേരും വിജാതീയരായതുകൊണ്ട് യേശുവിൻ്റെ ഫോളോവേഴ്സ് അല്ലാത്ത ജെൻറ്റൈൽസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം ഏറ്റവും യൂണിവേഴ്സലായിട്ട് മാറുന്നു. അപ്പോൾ തന്നെ വ്യക്തിപരമായിട്ടൊരു വ്യക്തിക്ക് എഴുതിയതായിരിക്കുന്നതുകൊണ്ട് ഈ സുവിശേഷം വളരെ പേഴ്സണലായിട്ടും മാറുന്നു. തെയോഫിലോസ് മനസ്സിലാക്കി വെച്ചിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ലൂക്കോസ് ഇത് എഴുതുന്നത്. തെയോഫിലോസ് ലൂക്കോസിനോട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. യഥാർത്ഥ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വത്തുക്കളുടെ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ധനികരും ദരിദ്രരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, യജന്മാനന്മാരും അടിമകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, സ്ത്രീകളും കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ശക്തന്മാരും ശക്തിയില്ലാത്തവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഒപ്രസറായിട്ടുള്ളവർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർ, ഇവരുടെയൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ തെയോഫിലോസ് ലൂക്കോസിനോട് ചോദിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ ലൂക്കോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന വിഷയങ്ങളാണ് ഇവയൊക്കെ. പ്രിയപ്പെട്ടവർ, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് തെയോഫിലോസും ജെൻറ്റൈൽസും മാത്രം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതല്ല, നമുക്ക് കൂടി വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ നിശ്ചയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഈ സുവിശേഷവും എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ വിശ്വാസം, നമ്മുടെ ക്രിസ്തു വിശ്വാസം കെട്ടുകഥകളിലല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചരിത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്, ഹിസ്റ്ററി അടിസ്ഥാനമാക്കിയതുള്ളതാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. എന്നാൽ അത് നിശ്ചയത്തോടെ അറിഞ്ഞാൽ മാത്രം പോരാ, നാം നമ്മുടെ ഹൃദയത്തിൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും വേണം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ലഭിക്കുകയുള്ളൂ. ആമേൻ. അപ്പം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ യേശുവിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ജനനത്തെക്കുറിച്ച് ലൂക്കോസ് പറയുന്നു. സ്നാപക യോഹന്നാനെ ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയിലും യേശുവിനെ ദൈവപുത്രൻ എന്ന നിലയിലും മനസ്സിലാക്കുന്ന തരത്തിൽ ചില അസാധാരണ സംഭവങ്ങൾ ഈ ജനനങ്ങളോട് ചേർന്ന് സംഭവിച്ചതും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ പറഞ്ഞിട്ടുള്ള അബ്രഹാം സാറ ദമ്പതികളുടെ ജീവചരിത്ര സംഭവങ്ങളിലുള്ള ചില സൂചനകൾ ഉൾക്കൊള്ളിച്ച് ഒരു പ്രത്യേക പഴയ നിയമ ശൈലിയാണ് ലൂക്കോസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം എബ്രഹാമിനോട് ആദ്യം അരുളി ചെയ്ത രക്ഷാ സന്ദേശം താൻ എഴുതി വയ്ക്കുന്ന ഈ സുവിശേഷത്തിലൂടെ സംഭവിക്കുകയാണെന്ന് ലൂക്കോസ് തെളിയിക്കുകയാണ് ആ ശൈലിയിലൂടെ. ഇപ്പം സ്ത്രീകളുടെ സൊസൈറ്റിയിലുള്ള അംഗീകാരത്തെക്കുറിച്ച് ലൂക്കോസിന് താല്പര്യമുള്ളത് കൊണ്ട് യേശുവിൻ്റെയും യോഹന്നാൻ്റെയും പിതാക്കന്മാരെക്കുറിച്ച് മാത്രമല്ല, അമ്മമാരുടെ പ്രധാനപ്പെട്ട പങ്കിനെക്കുറിച്ചും അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ ഇതിൽ പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായം 5 മുതൽ 25 വരെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. മഹാനായ ഹെറോദാവ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന രാജാവിൻ്റെ ഭരണകാലമായ BC 6-ാം വർഷത്തിൽ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ലൂക്കോസ് പറഞ്ഞു തുടങ്ങിയത്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം. യഹൂദ്യ രാജാവായ ഹെറോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹറോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേര്. ഇരുവരും ദൈവസന്നിധിയിൽ
നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞ് ഇരുവരും വയസ്സു ചെന്നവരും ആയിരുന്നു. പ്രായമുള്ള യഹൂദരായ സെഖര്യാവ്, എലിസബത്ത് എന്നീ ഭാര്യ ഭർത്താവിനെ ലൂക്കോസ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. സെഖര്യാവ് ഒരു പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഭാര്യ പുരോഹിത പാരമ്പര്യത്തിൽപ്പെട്ടവളുമായിരുന്നു. അവർ നല്ലവരും ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയുള്ളവരുമായിരുന്നെങ്കിലും മക്കളുണ്ടായിരുന്നില്ല എന്നൊരു വലിയ ദുഃഖം അവർക്കുണ്ടായിരുന്നു. അത്തരത്തിൽ അവർ എബ്രഹാം സാറയെ പോലെയായിരുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള പ്രായം കഴിഞ്ഞിരുന്നതിനാൽ എബ്രഹാം സാറയെ പോലെ അവർക്കും പ്രതീക്ഷ പുലർത്തുവാൻ കഴിയുമായിരുന്നില്ല. സന്തതികളുള്ള കുടുംബങ്ങൾക്ക് വലിയൊരു സാമൂഹ്യ മാന്യത നൽകിയിരുന്ന ഒരു നാട്ടിലെ സംസ്കാരത്തിൻ്റെ, കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നതിൻ്റെ ഒരു നിന്ദയും ഒരു ലജ്ജയും പേറി കഴിയേണ്ടി വന്നവരായിരുന്നു ഈ കുടുംബം. ഇപ്പം യോഹന്നാൻ സ്നാപകൻ്റെ ജനനം അറിയിക്കുന്ന ആ വിവരണത്തിൻ്റെ ആരംഭവും അവസാനവും സെഖര്യാവ് എലിസബത്തിൻ്റെ വീട്ടിലാണ് നടക്കുന്നത്. പ്രധാന സംഭവം നടക്കുന്നത് യഹൂദമത ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രമായ യെരുശലേം ദേവാലയത്തിലാണ് പ്രധാന സംഭവം നടക്കുന്നത്. നമുക്കൊരുമിച്ച് വായിക്കാം ലൂക്കോസ് 1:8-17 വരെയുള്ള വാക്യങ്ങൾ. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവൻ പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവും ശക്തിയോടും കൂടെ നടക്കും. 1 വർഷം 2 ആഴ്ച ഓരോ പുരോഹിത കൂറിനും യെരുശലേമിലെ യഹൂദ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ദേവാലയത്തിൻ്റെ ഉൾമുറിയിൽ ദിവസം 2 പ്രാവശ്യമാണ് ഈ ധൂപം കാണിച്ചിരുന്നത്. 24 ഗ്രൂപ്പാണുള്ളത്, പുരോഹിതന്മാരുടെ 24 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഓരോ കൂറിലും ധാരാളം പുരോഹിതന്മാരുണ്ടായിരുന്നതിനാൽ ഓരോ ദിവസവും അന്ന് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ആളെ കുറിയിട്ട് എടുക്കുകയായിരുന്നു പതിവ്. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് ധൂപം കാണിക്കുവാനായിട്ട് പുരോഹിതൻ പോകുമ്പോൾ ജനം കാത്തു നിൽക്കും. ധൂപം കാണിച്ചതിന് ശേഷം പുരോഹിതൻ പുറത്തു നിന്ന് വന്ന് ജനത്തെ അനുഗ്രഹിക്കും. ഈ പ്രത്യേക ധൂപം കാട്ടുന്നതിനുള്ള നറുക്ക് വീണത് സെഖര്യാവിനായിരുന്നു. എന്നാൽ സെഖര്യാവ് അകത്ത് പ്രവേശിച്ചപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ദേവാലയത്തിൻ്റെ അകത്ത് സംഭവിച്ചു. സെഖര്യാവ് ഒരു ദൂതനെ കാണുകയും ദൂതൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. സെഖര്യാവിന് ഭയമായി. ദൂതൻ സെഖര്യാവിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഒരു പുത്രന് വേണ്ടി അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ചതിനുള്ള ഉത്തരമായിരിക്കുന്നു. മകൻ്റെ ജനനം സംഭവിച്ചു കഴിയുമ്പോൾ അവനെ യഹോവ കൃപാലുവാകുന്നു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. എന്താണ് പേരിൻ്റെ അർത്ഥം?
യഹോവ കൃപാലുവാകുന്നു. എബ്രഹാമിൻ്റെ ഭവനത്തിൽ ഇസഹാക്കിൻ്റെ ജനനം വലിയ ആഹ്ലാദകരമായതുപോലെ യോഹന്നാൻ്റെ ജനനം തൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ യഹോവയിങ്കിലേക്ക് മടക്കി വരുത്തുന്ന ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു പ്രവാചക ജനനമാകിയാൽ ദേശത്തിന് മുഴുവൻ തന്നെ ഇത് സന്തോഷകാരണമായി മാറുമെന്ന് പറഞ്ഞു. ഇപ്പം ജനനം കൊണ്ട് മാത്രമല്ല, വളർത്തപ്പെടുന്നതിൻ്റെ രീതി കൊണ്ടും യോഹന്നാൻ വളരെ പ്രത്യേകതകൾ ഉള്ളവനായി തീരും എന്ന് പറഞ്ഞു. ദൈവത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ സമർപ്പിതനായി, നാസീർ വ്രതക്കാരനായി, ദൈവിക നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് നാസീർ വ്രതം എന്ന് പറഞ്ഞാൽ? നാസീർ വ്രതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഖ്യാപുസ്തകം 6:1-8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 6:1-8 വരെയുള്ള വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നീ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷവിധിയായുള്ള വ്രതം വീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിൻ്റെ കാടിയും മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തൻ്റെ നാസീർ വ്രതകാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിൻ്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത്. അവൻ്റെ ദൈവത്തിൻ്റെ നാസീർ വ്രതം അവൻ്റെ തലയിലിരിക്കുന്നു. നാസീർ വ്രതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു. നാസീർ വ്രതം എടുക്കുന്നയാൾ വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല, തലമുടി വെട്ടാൻ പാടില്ല, ശവത്തെ തൊടാൻ പാടില്ല. ഞാനിത് പറഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഷിംഷോൻ നാസീർ വ്രതക്കാരനായിരുന്നു. അപ്പം സാധാരണയായി നാസീർ വ്രതം മിക്കവർക്കും താൽക്കാലികമായിട്ടുള്ള ഒരു ആചാരമായിരുന്നു. എന്നാൽ യോഹന്നാനാകട്ടെ ജനനം മുതൽ നാസീർ വ്രതക്കാരനാകാനുള്ളവനാണ്. അതുമാത്രമല്ല, ജനിക്കുന്നതിന് മുമ്പ് തന്നെ താൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടും. പഴയ നിയമ പാരമ്പര്യം അനുസരിച്ച് ഒരു പ്രവാചകനെയോ ഒരു ലീഡറിനെയോ ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനായിട്ട്, ഒരു ദൗത്യം ചെയ്യുവാനായിട്ട് ദൈവം വിളിക്കുമ്പോൾ അവരുടെ മേൽ ആ ദൗത്യം ചെയ്യുവാനായിട്ട് ആ സമയത്തേക്ക് ദൈവാത്മാവ് ആവശ്യിക്കുകയാണ് പതിവ്. എന്നാൽ യോഹന്നാനിൽ ആ അനുഗ്രഹം ജനനം മുതൽ തന്നെ അനുഭവമായിട്ട് മാറുകയാണ്. ആമേൻ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുടർന്നും യോഹന്നാനോട് കൂടെ ഇരുന്നു. അവൻ ഇസ്രായേലിൽ പലരെയും അവരുടെ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുത്തുമെന്ന് ദൂതൻ പറഞ്ഞു. അതായത് യോഹന്നാൻ തൻ്റെ പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം മൂലം അനേകം യഹൂദന്മാരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. അപ്പം ശരിക്കും യോഹന്നാൻ്റെ വലിയൊരു ദൗത്യം യഹൂദന്മാരെ പാപത്തിൽ നിന്ന് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതായിരുന്നു. 17-ാമത്തെ വാക്യത്തിൽ അവൻ കർത്താവിന് മുമ്പായി നടക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം മിശിഹായെ സ്വീകരിക്കുന്നതിന് യഹൂദ ജനത്തെ ഒരുക്കുന്നതായിരുന്നു യോഹന്നാൻ്റെ മറ്റൊരു ജോലി. അതായത് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക. അപ്പം ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഇത് ചെയ്യും എന്ന് ദൂതൻ പറഞ്ഞു. ഏലിയാവിനെ പോലെ പാപവഴികളെ ഭത്സിക്കുന്നതിന് ഒട്ടും മടി കാണിക്കാത്ത പ്രവാചകനായിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് ഈ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏലിയാവിനെ പോലെ ഇസ്രായേൽ ജനത്തിൽ പലരെയും തങ്ങളുടെ കർത്താവും ദൈവവുമായവനിലേക്ക് മടക്കി കൊണ്ടുവന്നു.
അമ്മയപ്പന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം നല്ലതാക്കുവാൻ തൻ്റെ പ്രസംഗങ്ങളിലൂടെ കഴിയുമെന്നതിനാൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും എന്ന പ്രവചനം നിറവേറുകയും ചെയ്യപ്പെടുകയാണ് ഇവിടെയൊക്കെ. അപ്പം തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് മാത്രമല്ല, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് മറുതലിക്കുന്നവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് വഴി നടത്തുമെന്നതിനാൽ ആ പറഞ്ഞിരിക്കുന്നതിന് ഒരു സ്പിരിച്വൽ റലം കൂടി ഉണ്ട്. അപ്പോൾ ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്ന യോഹന്നാൻ്റെ ദൗത്യം നിറവേറപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് ചിന്താതലത്തിൽ ഈ മാറ്റം സംഭവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ദൈവം ചരിത്രത്തിൽ ഒരു നാളിൽ ഇടപെടും എന്ന് പുരാതന കാലം മുതൽ ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. അവരുടെ വിഷയത്തിൽ ഇടപെടുമെന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. ആ നാൾ സമീപിച്ചിരിക്കുന്നുവെന്നും കർത്താവിനെ എതിരേൽക്കുവാൻ ജനങ്ങൾ ഒരുക്കമുള്ളവരായി തീരണമെന്നും അതിനുവേണ്ടി മാനസാന്തരപ്പെടണമെന്നും യോഹന്നാൻ പ്രസംഗിച്ചു. ഇവിടെ ലൂക്കോസ് 1:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ശഖര്യാവിനോട് മാലാക ജനിക്കുവാൻ പോകുന്ന മകന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് മാത്രമല്ല, യോഹന്നാൻ്റെ സ്വഭാവത്തിൻ്റെ 6 സവിശേഷതകൾ കൂടി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1:14 മുതൽ കാണുവാൻ സാധിക്കും. ഹി വിൽ ബി എ ജോയ് ആൻഡ് ഡിലൈറ്റ് ടു യു. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. രണ്ടാമത് പറയുന്നു ഹി വിൽ ബി ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോഡ്. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ അത് കാണുവാൻ സാധിക്കും. മൂന്നാമത് പറയുന്നു ഹി ഈസ് നെവർ ടു ടേക്ക് വൈൻ ഓർ അതർ ഫെർമെന്റ് ഡ്രിങ്ക്. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. നാലാമത് പറയുന്നു ഹി വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഈവൻ ഫ്രം ബർത്ത്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അഞ്ചാമത് മെനി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ വുഡ് ബി ബ്രിങ് ബാക്ക് ടു ഗോഡ്. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. ആറാമത് പറയുന്നു ഹി വിൽ ഗോ ഓൺ ബിഫോർ ദ ലോഡ്. അവൻ കർത്താവിന് മുമ്പായിട്ട് നടക്കും. ഇതിൽ ഒന്നാമത് പറയുന്ന നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. ഹി വിൽ ബി എ ജോയ് ആൻഡ് ഡിലൈറ്റ് യു. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് പലപ്പോഴും ജോയ്, സന്തോഷം എന്ന പദം ഉപയോഗിക്കുകയും അപ്പസ്തോല പ്രവർത്തികളിൽ സാൽവേഷനുമായി, രക്ഷയുമായിട്ട് അതിനെ കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ് ഈ ഉപമകൾ. 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ഉപമ 100 ആടുകളിൽ 1 കാണാതെ പോയതാണ്. രണ്ടാമതുള്ളൊരു ഉപമ 10 ദ്രഹ്മയിൽ 1 കാണാതെ പോയത്. മൂന്നാമത്തത് 2 പുത്രന്മാരിൽ ഒരാൾ വീട്ടിൽ നിന്ന് പോയത്. ഇങ്ങനെ 3 ഉപമകൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം ഇത് തിരികെ ലഭിച്ചപ്പോൾ ജോയ് ആൻഡ് റിജോയ്സിങ്, സന്തോഷിപ്പിനെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് രക്ഷയുടെ ഒരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത് ഹി വിൽ ബി ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോഡ്. ഹി വിൽ ബി ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ലോഡ്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവൻ വലിയവനായിരിക്കും. ഇൻ ദ സൈറ്റ് ഓഫ്, ദൃഷ്ടിയിൽ എന്ന പ്രയോഗം ലൂക്കോസിൻ്റെ സ്വഭാവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തികളിലും ഇത് 35 തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും മറ്റു സുവിശേഷങ്ങളിൽ യോഹന്നാൻ 20:30 മറ്റൊരു തവണ മാത്രമേ ഈ പ്രയോഗം ഇൻ ദ സൈറ്റ് ഓഫ് ദൃഷ്ടിയിൽ എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളൂ. മൂന്നാമത് ഹി ഈസ് നെവർ ടു ടേക്ക് വൈൻ ഓർ അതർ ഫെർമെന്റഡ് ഡ്രിങ്ക്. തൻ്റെ സന്ദേശം, ലൂക്കോസ് സന്ദേശം വളരെ അർജൻറ്റാണെന്ന് ഊന്നിപ്പറയുവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യോഹന്നാൻ ഒഴിവാക്കുമെന്ന് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല തൻ്റെ സന്ദേശത്തിൻ്റെ അർജൻസി അദ്ദേഹം ഊന്നിപ്പറഞ്ഞ മറ്റൊരു മാർഗം ഏലിയാ പ്രവാചകനെ പോലെ വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു. നാലാമത് ഹി വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഈവൻ ഫ്രം ബർത്ത്.
ഫ്രം ബർത്ത് എന്ന് പറഞ്ഞാൽ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് മറിയ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ലൂക്കോസിന് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ലൂക്കോസ് 1:41 പറയുന്നു, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. ലൂക്കോസ് 1:67 പറയുന്നു, അവൻ്റെ അപ്പനായ സെഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? യോഹന്നാൻ്റെ മാതാപിതാക്കൾ സെഖര്യാവും എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. മാതാപിതാക്കൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. ഉദരത്തിൽ കുഞ്ഞും പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി മാറി. ആമേൻ. 5, many of the people of Israel would be bring back to God. മത്തായി 3:5-6 പറയുന്നു, അന്ന് യെരുശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അങ്ങനെ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് ഇടയായി. 6, he will go on before the Lord. He will go on before the Lord. ഏലിയാവിൻ്റെ ആത്മാവിലും ശക്തിയിലും കർത്താവിന് വഴിയൊരുക്കാൻ വന്ന ആളായിരുന്നു യോഹന്നാൻ. മലാഖി പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിവൃത്തീകരണമായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് ഒരുമിച്ച് വായിക്കാം ലൂക്കോസ് 1:18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സെഖര്യാവിനായി കാത്തിരുന്ന അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. പഴയ നിയമത്തിൽ എബ്രഹാമിനെ പോലെ സെഖര്യാവിനും തന്നോടുള്ള ദൂതൻ്റെ സന്ദേശം വിശ്വാസം ഉണ്ടാക്കാനായിട്ട് പ്രയാസമുണ്ടായതിനാൽ, വിശ്വസിക്കാൻ പ്രയാസമുണ്ടായതിനാൽ ഉറപ്പിനായിട്ട് ഒരു അടയാളം ചോദിച്ചു. അതിന് മറുപടിയായി മാലാഖ തൻ്റെ പേര് ഗബ്രിയേലാകുന്നുവെന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്ന തനിക്ക് ഈ പ്രത്യേക ദൂത് അറിയിക്കുന്നതിനുള്ള നിയോഗം ലഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കുകയാണ്. മാത്രമല്ല, തൻ്റെ ഈ വാക്കുകൾക്ക് കൂടുതൽ വിശ്വാസ്യത വരത്തക്ക വിധത്തിൽ അനുഭവത്തിൽ കാണാവുന്ന ഒരു അടയാളവും അവിടെ നൽകപ്പെടുകയാണ്. വാഗ്ദത്ത പൈതൽ ജനിക്കുന്നത് വരെ സെഖര്യാവ് സംസാരിക്കാൻ കഴിയാതെ മൗനമായി ഇരിക്കുമെന്നതിന് അടയാളം. ആരാധനയ്ക്ക് വന്ന ജനത്തിനും ഈ അടയാളം വ്യക്തമായ അനുഭവമായി. ഊമനായി തീർന്ന സെഖര്യാ പുരോഹിതൻ ഒരു ദൈവിക ദർശനം കണ്ടുവെന്ന് അവർ മനസ്സിലാക്കി. ശുശ്രൂഷക്കാലം തികഞ്ഞ ശേഷം സെഖര്യാവ് വീട്ടിലേക്ക് പോയി. ചിലപ്പോൾ ഊമനായിരുന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 9 മാസവും ഇതെങ്ങനെ സംഭവിക്കും എന്നും പറഞ്ഞ് ചിലപ്പം പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഇട വന്നേനെ. അതുകൊണ്ട് വായ അങ്ങ് ക്ലോസ് ചെയ്യിപ്പിച്ചു. അതും പറഞ്ഞുകൊണ്ട് നടക്കണ്ട, കാരണം ദൈവമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്നോടും നിങ്ങളോടും ദൈവമാണ് വാഗ്ദത്തം ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ വ്യക്തമായ വാഗ്ദത്തമാണ് എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നെങ്കിൽ അത് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് സംഭവിക്കേണ്ട സമയത്ത് അത് നിവൃത്തിയാവും.
നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്കോസ് 1:24-25. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഗർഭകാലത്തിൻ്റെ ആദ്യ 5 മാസങ്ങൾ എന്തിനാണ് എലിസബത്ത് ഒളിച്ചു പാർത്തത് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഗർഭമെങ്ങാൻ അലസിപ്പോകാം എന്നുള്ള ഭയം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ സാധിക്കാതെ പോയ തൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ശുശ്രൂഷകളൊക്കെ നൽകേണ്ടി വന്നത് കൊണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. തനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നതിനാൽ തന്നെ കളിയാക്കിയവരോട് ഈ സമയത്ത് ഇടപഴകുവാൻ താല്പര്യമില്ലായിരുന്നതാകാം ചിലപ്പോൾ കാരണം. എലിസബത്തിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒരു യഹൂദ വനിതയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിൽ വളരെ നിന്ദാപരമായ കാര്യമായിരുന്നു. ചിലർ അത് കണ്ടത് പാപത്തിനുള്ള ദൈവശിക്ഷയായിട്ടാണ് കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ തനിക്ക് നിന്നയുണ്ടായിരുന്നതിനാൽ എലിസബത്ത് വളരെ മാനസികമായിട്ടുള്ള പീഡ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മക്കള് ഉണ്ടായാൽ മാത്രമേ, പ്രത്യേകിച്ച് ആൺമക്കൾ ഉണ്ടായിരുന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വിലയുണ്ടാവുകയുള്ളൂ എന്നുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളെ പ്രസവിക്കാത്തവരും, പ്രത്യേകിച്ച് പെൺമക്കളെ മാത്രം പ്രസവിക്കുന്നവരും നാണം കെടുത്തപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചിലപ്പോഴെങ്കിലും ചില സ്ഥലങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. എലിസബത്ത് തങ്ങളുടെ സ്വന്തം കുടുംബങ്ങളെയും സമൂഹത്തിലും വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എലിസബത്തിനും. എന്നാൽ ദൈവം തൻ്റെ മുമ്പാകെ എലിസബത്തിനെ നീതിയുള്ളവളായും വിലയുള്ളവളായും കണക്കിട്ടു. അവർക്കും അവരുടെ വന്ധ്യതയ്ക്കും ദൈവിക പദ്ധതിയിൽ സ്ഥാനമുണ്ടായി. മക്കളില്ലാത്തവർക്ക് മക്കളെ ദൈവം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ അത് സംബന്ധിച്ച് എന്ത് സംഭവിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ വിലയില്ലാത്തവരായി തീരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള കളിയാക്കലുകളോ പീഡനങ്ങളോ ഒരിക്കലും അവർ ഏറ്റുവാങ്ങിക്കൂടാ. നമ്മളാണെങ്കിലും ആരെയും അതിൻ്റെ പേരിൽ കളിയാക്കുകയോ ആരെയും അതിൻ്റെ പേരിൽ നിന്ദിക്കുകയോ അങ്ങനത്തെ ഒരു തരത്തിൽ അവരെ നോക്കുക പോലും നമ്മൾ ചെയ്യരുത്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലജ്ജ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. പ്രാർത്ഥന ഒരുപാട് ദൈവസന്നിധിയിൽ നടത്തുന്ന ആളായിരുന്നുവെങ്കിലും ദൂതൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നത് സെഖര്യാവിന് കഴിഞ്ഞില്ല. പക്ഷേ ദൈവം തന്നെ കടാക്ഷിച്ചതിനോട് നന്ദിപൂർവ്വം പ്രതികരിക്കാനുള്ള ഒരു വിശ്വാസം എലിസബത്തിന് ഉണ്ടായി. അപ്പം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസ്തനായിരിക്കുന്ന എബ്രഹാമിൻ്റെ ദൈവത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ആദ്യ ഉദാഹരണം എലിസബത്തിലൂടെ ലൂക്കോസ് പങ്കുവയ്ക്കുകയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ച, അതിനെതിരെ നിയമം കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച മിഷണറിയാണ് വില്യം കേറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ലോകത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ എൻ്റെ വീട്ടിലല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലല്ലല്ലോ ഇതൊന്നും സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നമ്മൾ അവഗണിച്ച് മാറേണ്ടവരല്ല. നമ്മൾ ഈ മിഷണറിമാർ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഓരോ മേഖലകളിൽ അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ് പോലെ ഓരോ തലങ്ങളിലും നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട് തയ്യാറാകണം. ദൈവവചനമൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ ബോധ്യപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡബിൾ ലിസണിങ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡബിൾ ലിസണിങ്. ഡബിൾ ലിസണിങ് ഈസ് എ സ്പിരിച്വൽ ഡിസിപ്ലിൻ that helps us engage with the world.
ലോകവുമായി ഇടപഴകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആത്മീയ ശിക്ഷണമാണ് ഡബിൾ ലിസണിങ്, ഇരട്ട ശ്രവണം. ഡബിൾ ലിസണിങ് ഈസ് ലിസണിങ് ടു ദ വേർഡ് ആൻഡ് ലിസണിങ് ടു ദ വേൾഡ് അറ്റ് സെയിം ടൈം. ഡബിൾ ലിസണിങ്, ഇരട്ട ശ്രവണം എന്നാൽ ഒരേ സമയം ദൈവവചനം കേൾക്കുകയും ലോകത്തെ കേൾക്കുകയും ചെയ്യുക എന്നതാണ്. Every disciple should read God's word in one hand and the newspaper in the other. ഓരോ ശിഷ്യനും ഒരു കയ്യിൽ ദൈവവചനവും മറുകൈയിൽ പത്രവും വായിക്കണം. We need to read God's word to know God and to hear from God about how to present the God of the word to God's world. ദൈവത്തെ അറിയുന്നതിനും ദൈവവചനത്തിൻ്റെ ദൈവത്തിൻ്റെ ലോകത്തിന് എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനും നാം ദൈവവചനം വായിക്കേണ്ടതുണ്ട്. ഗോഡ്സ് വേർഡ് ചേഞ്ചസ് us and then we change God's world in response to what we hear from God. ദൈവവചനം നമ്മളെ മാറ്റുന്നു, തുടർന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനനുസരിച്ച് നാം ദൈവത്തിൻ്റെ ലോകത്തെ മാറ്റുന്നു. ചേഞ്ചിങ് സിറ്റി ത്രൂ ചേഞ്ച്ഡ് ലൈഫ്സ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കണം. നമുക്കാണ് ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ ആ മാറ്റം കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.